ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. CA, CMA, CS ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എക്സാം ജയിച്ച ആൾക്കാർക്ക് ഭയങ്കര ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അവരവരുടെ രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷേ ഈ എക്സാം കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. CA ആയാലും CMA ആയാലും CS ആയാലും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ചിലപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ടാവുക. നമ്മളൊരു എക്സാം എഴുതി ഉദ്ദേശിച്ച പോലെ റിസൾട്ട് കിട്ടിയിട്ടില്ല. ഇനി തുടർന്ന് പഠിക്കണോ, അല്ലെങ്കിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി നിർത്തണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവിൻ്റെ പുറകെ പോകണോ, പഠിച്ച് തീരുന്നില്ല, ഭയങ്കര സൊസൈറ്റിക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നതൊക്കെ ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ അങ്ങനെ സ്റ്റക്കായി കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ തുടർന്ന് ഈ വീഡിയോ കാണുക. സ്റ്റക്കായി കിടക്കുക ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. അതായത് ജീവിതത്തിൽ ഒന്നും അല്ലാത്തൊരവസ്ഥ, വട്ടപൂജ്യമായി നിൽക്കുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ, ഒരു മനുഷ്യനും സപ്പോർട്ട് ചെയ്യാനില്ലാത്തൊരവസ്ഥയിൽ ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനമനുസരിച്ച് പണിയെടുക്കുകയും അങ്ങനെ പണിയെടുത്തതിൻ്റെ പേരിൽ എനിക്ക് കുറച്ച് ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരികയും അതിനനുസരിച്ച് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് കൂടുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സ്റ്റക്കായി കിടക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി വെച്ച ഒരാളും കൂടിയാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിലവിൽ CA ആയാലും CMA ആയാലും CS ആയാലും പഠിച്ചുകൊണ്ടിരിക്കുന്ന, ചിലപ്പോൾ 2-3 മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് ശ്രമിച്ചിട്ടും എക്സാം കിട്ടാതിരിക്കുന്ന, വീട്ടുകാരുടെ മുന്നിൽ ഭയങ്കരമായിട്ട് പ്രഷർ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ ജയിച്ച ആൾക്കാർക്ക് സമ്മാനം കൊടുക്കാനും ജയിച്ച ആൾക്കാരെ ആദരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ അതിനു വേണ്ടിയിട്ട് മെനക്കെടാറുണ്ട്. പക്ഷേ ഈ എക്സാം കിട്ടാത്ത ആൾക്കാരെക്കുറിച്ച്, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ആൾക്കാരെക്കുറിച്ച് ആരും എന്ത് ചെയ്യാറില്ല, ചർച്ച ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഞാനിങ്ങനൊരു സിറ്റുവേഷനൊക്കെ എൻ്റെ ഒരു ജീവിത സാഹചര്യം കൊണ്ട് കുറച്ചൊക്കെ നെഗറ്റീവായിട്ടുള്ള പ്രോസസ്സിലൂടെയെല്ലാം പോകേണ്ടി വന്നതാണ്. വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ചില സമയത്തൊക്കെ. അപ്പോൾ അന്നേരം മേ ബി എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിട്ടില്ലെങ്കിലും നമ്മളെ ഒരു വിൽ പവർ കൊണ്ട് ചിലപ്പം നമുക്ക് അത് ഓവർകം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റക്കായി കിടന്ന സമയത്ത് എങ്ങനെയാണ് മുന്നോട്ട് പോയത്, എന്തൊക്കെ തടസ്സങ്ങളാണ് ഓവർകം ചെയ്തത്, അതിന് നമുക്കാകെ വേണ്ടത് നമ്മൾ മെൻ്റലി സ്ട്രോങ് ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പം കുറച്ചൊക്കെ നമ്മളിങ്ങനൊരു സിറ്റുവേഷനിലേക്ക് കൂടി കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു സപ്പോർട്ട് ചിലപ്പം ഈ ഒരു കാര്യം കൊണ്ട് നടന്നേക്കാം. അതുകൊണ്ട് മാത്രം ഞാനൊരു എക്സ്ട്രാ പ്രോഗ്രാം വെക്കുകയാണ്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. എക്സാം ഈ പറഞ്ഞ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റക്കായി കിടക്കുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ഇന്ന് സൺഡേ 25 വൈകുന്നേരം 8 മണിക്ക് ഒരു വെബിനാർ സൂമാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ജോയിൻ ചെയ്യുക, ഞാൻ ലിങ്ക് അയച്ചു തരും. ഒന്നുമില്ല, നമ്മൾ സ്റ്റക്കായി കിടക്കുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റീവ് ആയിരിക്കുമല്ലോ. നമ്മൾ സ്റ്റക്കായി കിടന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാ പ്രൊഡക്ടിവിറ്റി അതോടുകൂടി ലാപ്സ് ആവും. നമുക്കൊന്നും ചെയ്യാൻ മൂഡുണ്ടാവില്ല, ഒന്നും ചെയ്യാൻ മോട്ടിവേഷൻ ഉണ്ടാവില്ല. നമ്മൾ വളരെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് പോകും. ഇതിനൊക്കെ ഓവർകം ചെയ്ത് നമുക്കും കുറേ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്താൻ പറ്റും. നമുക്കും ഒരുപാട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഇത് വെറുതെ ഒരു മോട്ടിവേഷണൽ ടോക്കല്ല കേട്ടോ. നമുക്ക് ചില കാര്യങ്ങൾ, നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറ്റിയാൽ തന്നെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാണ്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഞാനിപ്പോൾ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് അത് സംസാരിക്കുന്നതിനോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതിനോ ഒരു മടിയുമില്ല. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വെബിനാറിൽ ജോയിൻ ചെയ്യുക. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. CA ആയിക്കോട്ടെ, CMA ആയിക്കോട്ടെ, CS ആയിക്കോട്ടെ, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്, ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരാളാണ്, നിങ്ങൾക്ക് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പഠനത്തിൽ പ്രോഗ്രസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റാത്ത ആൾക്കാരാണ്, ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളൂ. ഒരു 40 to 45 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മുടെ തോട്ട് പ്രോസസ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും ബെനിഫിഷ്യൽ ആവുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളിത് മറ്റുള്ള ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്യുക. പരമാവധി ആൾക്കാർ ജോയിൻ ചെയ്യിപ്പിക്കുക. ഇറ്റ്സ് എ ഫ്രീ ഓഫ് കോസ്റ്റ് പ്രോഗ്രാം. ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് തോട്ട് ഇതിനെ കൊണ്ടുണ്ടാവും. അത് 100% എനിക്ക് ഷുവറാണ്. കാരണം ഞാൻ സ്ട്രഗിൾ ചെയ്ത അത്രയൊന്നും ചിലപ്പോൾ നിങ്ങളെന്ത് ചെയ്യുന്നുണ്ടാവില്ല, സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഇൻട്രാക്റ്റീവായിട്ടൊരു സെഷൻ വെക്കാം. നമുക്ക് പരസ്പരം സംസാരിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും പറയാനുള്ള ഒരു വേദി കിട്ടുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അതിൽ സൊല്യൂഷൻ ഒരു പരിധിവരെ ഞാൻ ഓവർകം ചെയ്ത രീതികൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. മേ ബി അത് നിങ്ങൾക്ക് നല്ല ഗുണകരമായിരിക്കും. ഇല്ലെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വെബിനാറിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.